കോട്ടയം അതിരമ്പുഴ പള്ളിപ്പെരുന്നാളിൽ ഇത്തവണ താരമായത് ഫാദർ ജസ്റ്റിനാണ്. ബാൻഡ് സംഘത്തിനൊപ്പം ചുവടുവയ്ക്കുന്ന ഫാദർ ജസ്റ്റിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ഇപ്പോൾ ഫാദർ ജസ്റ്റിൻ നമുക്കൊപ്പം ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ഫാദർ, പള്ളിപ്പെരുന്നാൾ വാർത്തയേക്കാൾ വൈറലായിരിക്കുന്നത് ഫാദറിൻ്റെ ഈ ഡാൻസ് ആണ്. ആ വൈബിൽ ചുവട് വെച്ച് പോയതാണോ? ഡാൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടോ? എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ചൂട് വെച്ച് പോയതൊന്നുമല്ല, ചൂട് വെച്ച് പോയതാണെന്ന് ചോദിച്ചാൽ ചൂട് വെച്ച് പോയതാണ്. നമ്മുടെ പള്ളിപ്പെരുന്നാളിനോടനുബന്ധിച്ച് ഇവിടെ ഒരു 24-ാം തീയതി വെടിക്കെട്ടും ചുറ്റും ഉള്ളതാണ്. അതിന് പകരമായിട്ടാണ് നമ്മളിന്ന് പരിപാടി വെച്ചത്. പക്ഷെ അന്ന് അൺഫോർച്ചുനേറ്റ്ലി അതൊരു മഴയായിപ്പോയി. മഴ ദിവസമായിരുന്നു. നമ്മുടെ പള്ളിയുടെ ഒരു ഷെഡിലേക്ക് പരിപാടി മാറ്റേണ്ടതായിട്ട് വന്നു. അന്നേരം നമ്മുടെ കാൽവരി സ്റ്റഡീസ്, നമ്മുടെ ജോസേട്ടൻ സ്റ്റഡീസ് എന്ന് പറഞ്ഞൊരു നമ്മുടെ കാര്യങ്ങൾ നടത്തുന്ന ഫ്യൂഷൻ, ഇൻസ്ട്രുമെന്റ് ഫ്യൂഷൻ നടത്തുന്ന അവരാണ് നമ്മളിവിടെ നമുക്ക് വേണ്ടി പരിപാടി ഇവിടെ ചെയ്തത്. അവർക്ക് അത്രയും പല പരിപാടിക്കുള്ളിൽ എന്തുകൊണ്ട് ചെയ്യാനുള്ള കാര്യം വളരെ ബുദ്ധിമുട്ടായിരുന്നു. അവർ വിചാരിച്ചിട്ട് ഒരു സ്വീകരണം കിട്ടാത്തൊരു സ്ഥലമായിരുന്നു ആ സമയത്ത്. ഇതാരാണ് ഇതിങ്ങനെ പകർത്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചത്? അതെനിക്കും അറിയില്ല. പലയിടത്തുനിന്ന് വരുന്നവരാണ് നമ്മുടെ തിരുമ്പുഴപ്പള്ളി. തിരുമ്പുഴപ്പള്ളിയുടെ പെരുന്നാളെന്ന് പറയുമ്പോൾ തിരുമ്പുഴ ഇടവക്കാരുടെ മാത്രമല്ല, ഈ നാട്ടിന്റെ മുഴുവൻ ഒരു ഉത്സവമാണ്. അവിടെ പലയിടത്തുനിന്ന് ആൾക്കാർ വരുന്നുണ്ട്. പല ഇടവ് ഇവിടെ തന്നെയുള്ള പുറമേന്ന് ആൾക്കാർ വരുന്നുണ്ട്. ഒത്തിരി ആൾക്കാർ വരണം. ആരെ ഇട്ടതെന്നൊന്നും എനിക്കറിയില്ല. ഞാനും അറിഞ്ഞില്ലായിരുന്നു കാര്യം. പാട്ടും ഡാൻസും ഒക്കെ ഇഷ്ടമാണോ? ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടൊന്നുമില്ല. ഇഷ്ടമാണ്. ഡാൻസ് കളിക്കാൻ ഇഷ്ടമാണ്. ഡാൻസ് കളിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ഇതിപ്പോ ഈ വൈറലാവുമ്പോ എന്താണ് തോന്നുന്നത്? സന്തോഷമാണോ അതോ? വൈറലാകുമ്പോ പ്രത്യേകിച്ചൊന്നും തോന്നില്ല. അതോ അങ്ങനെ വൈറലാകാനും വേണ്ട ഒരു കാര്യം ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരു നമ്മുടെ കുട്ടികളെയൊക്കെ ആവശ്യമൊക്കെ ആയിട്ട് അതിന്റെ ആ പരിപാടിയുടെ ഒരു മാറ്റ് കുറഞ്ഞു പോയിരുന്നല്ലോ എന്ന് കരുതി. മഴയായിരുന്നു എല്ലാവരും പുറത്തൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും നമ്മള് അവിടെ നിൽക്കുന്നവരോട് ഒന്ന് കൂട്ടി കൊടുത്താലേ അവർക്ക് പരിപാടി ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്ന് തോന്നിയത് കൊണ്ട് നമ്മളൊന്ന് പിള്ളേരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. വേറൊരു ഉദ്ദേശം കൂടി ചെയ്തത്. ഇത് കണ്ടിട്ട് ആരെങ്കിലും ഒക്കെ വിളിച്ചോ? സഭയിലെയോ അല്ലെങ്കിൽ അങ്ങനെ പുരോഹിതരോ അങ്ങനെയൊക്കെ വിളിച്ചോ? ആരെയും വിളിച്ചില്ല. അങ്ങനെ വിളിക്കാനും മാത്രമൊന്നും ഇല്ലെന്നാണ് എനിക്കും തോന്നുന്നത്. വിളിക്കാനും മാത്രമൊന്നുമില്ല. പക്ഷെ ഇങ്ങനെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയ നമ്മുടെ കൂട്ടായിരിക്കും. കണ്ടവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കൊടുത്ത് ഇങ്ങനെ ഒരു കാര്യമായതായിരിക്കാം. എല്ലാരും അങ്ങനെയൊക്കെ നന്നായിരുന്നു വെച്ചാൽ ഡാൻസ് എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമുണ്ട്. എന്തായാലും ഫാദർ പൊളി ഡാൻസ് ആണ്. പൊളി ഡാൻസ് ആണ്. ഇനിയും പെരുന്നാളുകൾക്ക് ഫാദർ ഇതുപോലെ ഡാൻസ് കളിച്ച് മുന്നിൽ തന്നെ ഉണ്ടാവണം. ഞങ്ങളോട് സംസാരിച്ചതിന് വളരെയധികം നന്ദി.